സതീശനെതിരായ NSS SNDP നിലപാട് ആയുധമാക്കാൻ CPM ശ്രമിക്കുമ്പോഴാണ് അതിന്റെ എല്ലാ ഫോക്കസും മാറ്റിക്കൊണ്ട് സജി ചെറിയാന്റെ വിവാദ പരാമർശം ഇന്നലെ വൈകുന്നേരത്തോടെ ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധ അതിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുമുണ്ട്. സമുദായ നേതാക്കളുടെ VD സതീശനോടുള്ള വ്യക്തിപരമായ വിമർശനത്തിൽ സതീശനെ പൂർണ്ണമായും പിന്തുണച്ച് കോൺഗ്രസ് രംഗത്ത് വരുന്നില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അതും CPMനെ സംബന്ധിച്ച് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. നിലപാടെടുത്തതിന്റെ പേരിൽ എന്നാൽ ഏതാക്രമണവും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് VD സതീശൻ തന്നെ ഇന്ന് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. NSS SNDP ഐക്യം VD സതീശനെതിരെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതിൽ വിശദീകരണവുമായി ജി സുകുമാരൻ നായർ തന്നെ രംഗത്ത് വരുന്നതും ഇന്ന് കണ്ടു. അപ്പോൾ എന്താണ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ എന്ന കാര്യം നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFനെ നയിക്കുന്ന VD സതീശനെതിരെ സംസ്ഥാനത്തെ രണ്ട് പ്രബല സമുദായങ്ങളുടെ നേതൃത്വം തിരിഞ്ഞത് CPM ക്യാമ്പിൽ വലിയ പ്രതീക്ഷയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എല്ലാ സമുദായങ്ങളും UDF നേതൃത്വത്തിനെതിരാണെന്നുള്ള പ്രചാരണം കൊടുക്കാനാണ് CPM ഇതിലൂടെ ശ്രമിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ നിലപാട് പറയുമ്പോഴും NSSും SNDPയും VD സതീശനിൽ അതൃപ്തി പ്രകടമാക്കിയത് LDF നേതൃത്വത്തിനുള്ള അംഗീകാരമാണ് എന്ന് CPM കരുതുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുക എന്നുള്ള പ്രചാരണം സജീവമായി നിലനിർത്താൻ തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് AK ബാലന്റെ പ്രസ്താവനയെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ഈ വിഷയത്തിലും കരുതലോടെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യമുണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുമ്പോഴും അത് പ്രതിപക്ഷ നേതാവിനെതിരെയാണെന്ന ചോദ്യത്തിന് വ്യക്തിപരമായി കാണുന്നില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. സതീശന് മതേതര സമൂഹത്തിന്റെ പിന്തുണ കിട്ടാതിരിക്കാനുള്ള ജാഗ്രത CPM നേതൃത്വം പുലർത്തുന്നു എന്നതാണ് അതിൽ നിന്നും വ്യക്തമാവേണ്ടത്. ജാതി മത വിഭാഗങ്ങളെല്ലാം ചേർന്ന് എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. വ്യക്തിപരമല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വ്യക്തിപരമല്ല. സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമെന്ന് പറഞ്ഞ മന്ത്രി V ശിവൻകുട്ടി സതീശനെ കടന്നാക്രമിക്കാതിരിക്കാൻ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തി. നമ്മുടെ SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും KPMS ആയിരുന്നാലും മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരുടെയും പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ SNDPക്ക് മഹത്തായ ഒരു വലിയ പാരമ്പര്യം ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം SNDPക്കുണ്ട്. NSSന് അതേപോലെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉണ്ട്. KPMSന് പിന്നെ അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെ പാരമ്പര്യമുണ്ട്. കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ ഒരു കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവരെയെല്ലാം വിമർശിക്കുമ്പോൾ അതിനെല്ലാം ഒരു അതിര് കടന്നു പോകുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ ഈ സമുദായ നേതാക്കൾ ഉയർത്തിയ വിമർശനം അതൊരു വ്യക്തിക്കെതിരെയുള്ള വിമർശനമല്ല, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെയുള്ളത് മാത്രമല്ല, കോൺഗ്രസിനെതിരെയുള്ളതാണ് എന്നാണ് CPM പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായ വിമർശനമല്ല എന്നതാണ്. അത് തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോൺഗ്രസിനെതിരെ ഉള്ള ഒരു പ്രചരണമാക്കി അതിനെ മാറ്റുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നതെന്ന് നോക്കിയാൽ ഇതിന് മറുപടി പറയേണ്ടത് തന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു, പ്രതിപക്ഷ നേതാവിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു എന്നതാണ് കോൺഗ്രസിലെ അവസ്ഥ. വർഗീയ പ്രസ്താവന ആര് നടത്തിയാലും എതിർക്കുമെന്ന് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രംഗത്ത് വരുന്നത് VD സതീശൻ തന്നെയാണ്.
ഇന്നലെയും അദ്ദേഹം ആ നിലപാട് പറഞ്ഞിരുന്നതാണ്. നിലപാടെടുത്തതിന്റെ പേരിൽ ഏതാക്രമണവും നേരിടാൻ തയ്യാറാണ് എന്നതാണ് വി ഡി സതീശൻ ഇന്നും വ്യക്തമാക്കിയത്. സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുതെന്നാണ് തന്റെ നിലപാട്. വർഗീയതയ്ക്കെതിരായ തന്റെ വാക്കുകൾ ചരിത്രമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ലല്ല, വ്യക്തികളോട് നമുക്കെന്താ ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല, പണ്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MLA ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത്, അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത്. സമുദായ നേതാക്കൾ അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കരുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി, ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം, മനസ്സിലായോ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ, ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ അവരിയ്ക്കാൻ പറഞ്ഞാൽ. ഇന്നലെ ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ KPCC അധ്യക്ഷൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നുമാണ് സണ്ണി ജോസഫ് ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞത്. ആരുമായും തർക്കത്തിനില്ല, നല്ല സൗഹൃദങ്ങൾ എല്ലാവരുമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവരുമായൊരു തർക്കത്തിന്, വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല. അല്ലല്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം, ആവശ്യം. നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ആരും ഒറ്റയ്ക്കല്ല. സമുദായ നേതാക്കന്മാർ പേരെടുത്ത് അംഗീകരിച്ച അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുത്തവർക്ക് എന്താണ് ഈ വിവാദത്തിൽ പറയാനുള്ളത് എന്നതുകൂടി കേൾക്കണമല്ലോ. അതിൽ പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല മാത്രമാണ്. KC വേണുഗോപാലും AK ആന്റണിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. VD സതീശനെ പിന്തുണച്ചും എന്നാൽ NSS SNDP നേതാക്കളെ പിണക്കാതെയുമായിരുന്നു രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. സമുദായ ഐക്യം നല്ലതാണെന്നും എതിർക്കേണ്ട കാര്യമില്ല എന്നും ചെന്നിത്തല പറയുന്നു. വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നയമാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ് നയമെന്നും തർക്കിച്ച് സമയം കളയേണ്ട സമയമല്ല ഇതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവർ യോജിച്ചു പോവാണെങ്കിൽ നല്ലതാണ്, അവർ യോജിച്ചു പോട്ടെ. എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്, അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSൻ്റെയോ SNDPയുടെയോ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ചരിത്രം അതാണ്. നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കേരളത്തെ മോചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അല്ല, ഐക്യം അവർ രണ്ട് സംഘടനകൾക്ക് ഗുണം ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നമ്മളെന്തിനാ എതിർക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, അവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നത് നമ്മളെന്തിനാ എതിർക്കുന്നത്? എത്രയോ കാലഘട്ടം എന്നോട് 9 വർഷം NSS അകന്നു നിന്നിട്ടുണ്ട്, SNDP അകന്നു നിന്നിട്ടുണ്ട്. അതൊക്കെ അവർ, പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി, അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും KPMS പോലുള്ള സംഘടനകൾ, എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത്. അതാണ് അതാണ് ഇൻക്ലൂസീവായ സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്നലെ സുകുമാരൻ നായർ സംസാരിച്ചത്. ആ പരാമർശത്തോട്
കരുതലോടെയായിരുന്നു ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രതികരണം. താങ്കളോളം യോഗ്യൻ മറ്റാരുണ്ട് എന്ന സുകുമാരൻ നായരുടെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പോവുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. അപ്പോൾ 9 വർഷമായി പിണങ്ങിക്കഴിഞ്ഞതിന്റെ കാര്യം അനുഭവം മുന്നിലുള്ള ചെന്നിത്തല അദ്ദേഹം ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നതാണ് ആശ്വാസം. അതേസമയം വി ഡി സതീശന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ആര് വിമർശിച്ചാലും ഞങ്ങൾ എതിർക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. NSSും SNDPയും ഐക്യപ്പെടുന്നതിനെയും സാമുദായിക ഐക്യത്തെയും ഞങ്ങൾ എതിർക്കില്ല, എന്നാൽ ഏത് നേതാക്കൾക്കെതിരെ ആക്രമണം വന്നാലും അതിനെതിരെ നിലകൊള്ളും എന്നതാണ് കെ മുരളീധരൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും. പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് പറയുന്നത് കെ മുരളീധരനാണ്. എന്നാൽ ഈ വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണയുണ്ടോ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന മറുപടികൾ കൂടി വന്നിട്ടുണ്ട്. സാമുദായിക നേതാക്കളുടെ അധിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പിന്തുണയ്ക്കാതെ കോൺഗ്രസ് നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും മാധ്യമങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വിവാദങ്ങൾക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സമുദായ നേതാക്കളോട് ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. സമുദായ സംഘടനാ നേതാക്കൾ ഇങ്ങനെ തിരിയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഭാഗം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട സതീശന്റെ പരാമർശമാണ് വിവാദത്തിന്റെ തുടക്കം. പിന്നീട് സതീശനെതിരെ വെള്ളാപ്പള്ളിയും ജി സുകുമാരൻ നായരും രംഗത്തെത്തി. എന്നാൽ സമുദായ നേതാക്കളുമായി തർക്കിക്കേണ്ടെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിന് ശേഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ. വ്യക്തിപരമായി ലാഭനഷ്ടങ്ങൾ ഉണ്ടായാലും വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്ന് സതീശൻ വ്യക്തമാക്കുമ്പോഴാണ് കോൺഗ്രസിൽ ഈ വിധത്തിൽ രണ്ടഭിപ്രായം ഇതിനെതിരെ ഉടലെടുക്കുന്നത്. ഈ രീതിയിലുള്ള വളഞ്ഞിട്ടുള്ള ആക്രമണത്തിൽ ഒരു വിഭാഗത്തിന്റെ, കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുന്നത്. എന്തായാലും സമുദായ ഐക്യവും സതീശനെതിരായ നിലപാടും അനുകൂല സാഹചര്യമായി CPM കാണുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയം കോൺഗ്രസിൽ ഉണ്ട്. അതിനപ്പുറം സതീശൻ വിരോധികൾക്ക് യോജിക്കാനും ആഹ്ലാദിക്കാനുമുള്ള കാരണമായി ഇത് മാറുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നത് ഉറപ്പുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.